ഞാനിന്ന് വാസ്തവത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വേറൊരു വിഷയമാണ് ചിന്തിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് നാളെയാണ് സ്വാതന്ത്ര്യ ദിനം എന്ന ചിന്തയുണ്ടായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ പശ്ചാത്തലത്തിന് യോജിക്കുന്ന ഒരു പ്രസംഗമായിരിക്കണമല്ലോ എന്നൊരു ചിന്ത എന്നിലുണ്ടാകുകയും അപ്പോൾ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത വളരെ ശാന്തമായി നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെ ഒരു വിഷയമാണ്, സ്വാതന്ത്ര്യം എന്നൊരു വിഷയമാണ്. നമ്മൾ സ്വതന്ത്ര പക്ഷെ യഥാർത്ഥത്തിൽ സ്വതന്ത്രർ. നമ്മൾ സ്വതന്ത്ര പക്ഷെ യഥാർത്ഥത്തിൽ സ്വതന്ത്ര. എന്താ പറയുക, വി ആർ people of freedom. We are free people, but are we really free? Okay, sorry brothers, many of the things I didn't tell you. So many things happened here, so many miraculous things happened, so many miracles happened here. I wish if you could understand Malayalam, I will tell you later. Okay, remember brother Dinu, I will talk to you about brother Dinu. Okay, yeah. So we are free, but are we really free? Tomorrow is Independence Day. You know, that is 75th Independence Day. അപ്പോൾ നമ്മുടെ രാജ്യം 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഓരോരുത്തരും ഒരു ഭാരതീയനായതിലും ഒരു ഭാരതീയ ക്രിസ്ത്യാനിയായതിലും അഭിമാനിക്കേണ്ട നിമിഷങ്ങളാണ്. ഈ മഹാരാജ്യത്ത് നമുക്ക് ജനിക്കാൻ, ഇവിടെ ജീവിക്കാൻ ദൈവം ഇടയാക്കിയതിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ എല്ലാം ജനനം ഏത് വർഷമായിരിക്കണം, ഏത് വീട്ടിലായിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം എന്നൊക്കെ ദൈവത്തിന്റെ പരമാധികാരത്തിൽ ദൈവം നിർണയിച്ച കാര്യമാണ് എന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 24 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അത് നിങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ന്റെ 24 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ആശയമുണ്ട്. അവൻ മനുഷ്യരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു എന്നൊരു പ്രയോഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ ഏത് നാട്ടിൽ, ഏത് വീട്ടിൽ, ഏത് വർഷത്തിൽ ജനിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ആ ദൈവത്തിന്റെ പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാനൊരു ഇന്ത്യക്കാരനായി ജീവിക്കുന്നു, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നതിന്റെ ദൈവശാസ്ത്രവശം അതാണ്. അപ്പോൾ ഈ നാട്ടിൽ ഞാൻ ജനിച്ച്, ഈ നാട്ടിൽ ഞാൻ യേശുവിനെ അറിഞ്ഞ്, ഈ നാട്ടിൽ ഞാൻ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹം ആയതുകൊണ്ടാണ് എന്നുള്ളത് പ്രിയ ദിനു ബ്രദർ സാക്ഷ്യം പറഞ്ഞ ഒരു കാര്യത്തോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ആ സഹോദരന് അങ്ങനെ ഒരു ജീവിതം നൽകിയതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ ഉദ്ദേശം തിരിച്ചറിയുന്നുവെങ്കിൽ മാത്രമാണ് ജീവിതത്തെ നമുക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ആഘോഷിക്കുവാനും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി വേർതിരിച്ച് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. ഇല്ല എങ്കിൽ നാം നമ്മുടെ വീടിനെയും, നമ്മുടെ നാടിനെയും, നമ്മുടെ വീട്ടുകാരെയും, നമ്മുടെ രാജ്യത്തെയും എല്ലാം ശപിച്ചുകൊണ്ട് ജീവിക്കും. എന്നാൽ ഈ ദൈവിക ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കിയ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്, ദൈവിക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ വീട്, ഞാൻ താമസിക്കുന്ന നാട് എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ നമുക്കതിൽ സന്തോഷിക്കാനും ആ ദൈവിക ചിന്തയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉയർന്ന ദൈവികമായ ഉദ്ദേശങ്ങളിലേക്ക് പോകുവാനും നമുക്ക് കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഭാരതീയനായതിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ ദൈവശാസ്ത്ര വശം അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യത്ത്, ഈ മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഈ രാജ്യത്ത് നമുക്കുള്ള സ്വാതന്ത്ര്യം വിലപ്പെട്ടതാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വിലമതിക്കാനാവാത്ത സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഈ 75ാമത്തെ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷ വേളകളിൽ സ്വതന്ത്രനായി ജീവിക്കുന്ന, സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്ന നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ആ ചിന്തകൾ എന്താണ്? 75 വർഷം പുറകിലേക്ക് നാം നോക്കുമ്പോൾ നാം ആരായിരുന്നുവെന്നും നാം എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്നും ഇപ്പോൾ നാം
നമ്മളെ അത് ചിന്തിപ്പിക്കണം. 75 വർഷം മുമ്പ് ഞാനും നിങ്ങളും ഇപ്പോൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യയിലെ അന്നത്തെ കാലത്തെ ജനങ്ങൾ ആസ്വദിച്ചിരുന്നില്ല. സാമൂഹികപരമായി, സാമ്പത്തികപരമായി, രാഷ്ട്രീയപരമായി, മതപരമായി അങ്ങനെ പല മേഖലകളിലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം 75 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമൂഹം അനുഭവിച്ചിരുന്നില്ല. അടിമത്തത്തിന്റെ, കൂച്ചുവിലങ്ങുകളുടെ, പരിമിതികളുടെ, തൊട്ടുകൂടായ്മകളുടെയും തീണ്ടിക്കൂടായ്മകളുടെയും അരാജകത്വത്തിന്റെയും അസമത്വത്തിന്റെയും പട്ടിണിയുടെയും ഒരു രാജ്യമായിരുന്നു. ഒരു കൂട്ടം ആളുകൾക്ക് മാത്രം പ്രത്യേകമായ പ്രിവിലേജസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പാവപ്പെട്ട ആളുകൾക്ക്, അധസ്ഥിതരായ ആളുകൾക്ക് മാറുമറയ്ക്കാനോ തെരുവിലൂടെ നടക്കുവാനോ പള്ളിക്കൂടങ്ങളിൽ പോകുവാനോ സ്കൂളിൽ പോയി പഠിക്കുവാനോ അക്ഷരവിദ്യാഭ്യാസം ചെയ്യുവാനോ ആരാധനാ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ ചെയ്യുവാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു 75 വർഷം മുമ്പുള്ള ഒരു ചരിത്രം ഇന്ത്യക്കുണ്ടായിരുന്നു. നമ്മുടെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് നാം ഉപയോഗിക്കേണ്ടിയിരുന്ന വിഭവങ്ങൾ, ധാതുക്കൾ, സമ്പത്ത് ഇവിടെ നിന്ന് അപഹരിച്ച് ആരാണോ നമ്മളെ ഭരിച്ചത് ആ രാജ്യത്തേക്ക് അവർ കൊണ്ടുപോയി അവിടുത്തെ ജനങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയും നമ്മളിവിടെ ദരിദ്രനാരായണന്മാരായിട്ട് ജീവിച്ച ഒരു വലിയ ഇന്ത്യ എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹം ഈ രാജ്യത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിന്തിക്കുകയും പടപൊരുതുകയും ചെയ്ത ധീരന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഈ സമയത്ത് നമ്മൾ ഓർക്കുകയും അവരുടെ ആ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ, അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ ജീവിത സമർപ്പണം, അവരുടെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുള്ള, ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ടുള്ള അവരുടെ മുന്നേറ്റങ്ങൾ, ആ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ തലകൾ താഴ്ത്തി അവരെ സല്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. നാം ഇന്ന് സ്വാതന്ത്ര്യം പല നിലകളിൽ ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരം നയിച്ചവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം അവർ അനുഭവിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ആളുകൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരനുഭവിച്ചില്ല. അവർക്ക് മർദ്ദനമേറ്റു, അവർക്ക് ജയിലറകളാണ് അവർക്ക് കിട്ടിയത്, അവർക്ക് പീഡനങ്ങളാണ് കിട്ടിയത്, നാട് കടത്തലാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറാതെ അവരുടെ ജീവിതം സമർപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത്. അപ്പോൾ 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കൊച്ചു ജനിക്കുന്നത് പോലെയായിരുന്നു, ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയായിരുന്നു നമ്മുടെ രാജ്യം. അവിടെ നിന്ന് ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഈ വളർച്ചയിൽ സഹായിച്ചതായിട്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യയെ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളിലും സ്വതന്ത്രരാക്കുവാൻ വേണ്ടി അധ്വാനിച്ചതായ മഹാരഥന്മാർ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക നേതാക്കന്മാർ, മതാചാര്യന്മാർ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു പ്രവർത്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരെയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരിക മാത്രമല്ല, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതെ ആ സ്വാതന്ത്ര്യത്തിൽ നിലനിർത്തുവാൻ വേണ്ടി നമുക്ക് വേണ്ടി അധ്വാനിച്ച, പോരാടിയ പട്ടാളക്കാരുണ്ട്, സാമൂഹ്യ പ്രവർത്തകരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, മത അധ്യക്ഷന്മാരുണ്ട്, ചിന്തകന്മാരുണ്ട്, അങ്ങനെ നവോത്ഥാന നായകന്മാരുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നതും സ്വാതന്ത്ര്യം ലഭിച്ചതിൽ നിലനിന്നു പോകുക, അത് നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തി സ്വാതന്ത്ര്യം കിട്ടിയത് മാത്രമല്ല പ്രധാനപ്പെട്ടത്, കിട്ടിയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകാതെ ഇനി മറ്റാരെങ്കിലും വന്ന് നമ്മെ അതിക്രമിച്ച് കീഴടക്കാതെ ആ സ്വാതന്ത്ര്യം ജാഗ്രതയോടെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വവും ഇന്നത്തെ ജനതയ്ക്കുണ്ട്. അപ്പോ ഇത് ഈ ചിന്തകളിൽ നിന്നുകൊണ്ട് ഏതാനും വേദപുസ്തക ചിന്തകളാണ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ഒരു ഭാരതീയനായതിൽ, ഒരു ഭാരതീയ ക്രിസ്ത്യാനിയായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത്
നിൽക്കുവാനും ജീവിക്കുവാനും നമ്മുടെ മതവും നമ്മുടെ കൂടി വരാനുള്ള മതസ്വാതന്ത്ര്യവും നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം നമ്മൾ അനുഭവിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തവരാണ് ഭരണഘടനാ ശില്പികൾ. ഞാനൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആ ഭരണഘടനാ ശില്പികളുണ്ടല്ലോ, ഡോക്ടർ അംബേദ്കർ മുതലായ ആളുകൾ, അവരെല്ലാം ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. നമ്മുടെ ഭരണഘടന എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലുണ്ടായിരുന്നു എന്നാണ് വക്കീലനോട് പറഞ്ഞത്. കാരണം അത്ര മനോഹരവും ബൃഹത്തായതും വിശാലവും അത്ര വിസ്താരവുമായ ആഴങ്ങളുള്ള ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന ഇത്രയും ശ്രേഷ്ഠമായ ബൃഹത്തായ ഒരു ഭരണഘടന ലോകത്തിൽ ഇല്ലവേയില്ല. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ രേഖപ്പെടുത്തുവാനായിട്ട് വളരെ നിഷ്കർഷയോടെ പലരും വിമർശിച്ചിട്ടും അതിനുവേണ്ടി വീണ്ടും വീണ്ടും ശബ്ദമുയർത്തി. ഇങ്ങനെ തന്നെ അത് വേണം, ഈ രാജ്യം ഒരു സെക്കുലർ കൺട്രിയായിട്ട് തന്നെ തുടരണമെന്ന് നിർക്കർഷിച്ച വ്യക്തികളുണ്ടായിരുന്നു. പലരും എതിരി നിന്നിട്ടും തൻ്റെ പൂർവ്വം നിന്ന് ഈ രാജ്യം ഒരു മതാധിപത്യ രാജ്യമായിട്ട് മാറാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ആധിപത്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് പാകിസ്ഥാൻ പോയപ്പോൾ അതൊരു മതാധിഷ്ഠിത രാജ്യമായി മാറി. അതൊരു മുസ്ലിം മതത്തിന് പ്രാധാന്യമുള്ള ആ രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായിട്ട് ഇസ്ലാം മതം മാറിയപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇതൊരു ഹിന്ദു മതാധിഷ്ഠിത രാജ്യമായിട്ട് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ദീർഘവീക്ഷണത്തോടെ, വലിയ ദീർഘവീക്ഷണത്തോടെ ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ രാജ്യം ഒരു സെക്കുലർ കൺട്രി ആയിട്ട് മാറണം. എന്താ സെക്കുലർ കൺട്രി എന്ന് പറഞ്ഞാൽ? ഒരു മതേതര രാജ്യമായി. ഏതെങ്കിലും ഒരു മതത്തിന് അമിത പ്രാധാന്യമില്ല, സ്റ്റേറ്റിന് ഒരു മതമില്ല, ഗവൺമെന്റിന് ഒരു മതമില്ല, രാജ്യത്തിന് ഒരു മതമില്ല. ഇവിടെ എല്ലാ മതങ്ങളും തുല്യമാണ് എന്നുള്ള ആശയം കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഭരണഘടനാ ശില്പികള് പ്രവർത്തിച്ചത്, അധ്വാനിച്ചത് എത്രയോ മഹത്തരകരമായ കാര്യമാണ്. ഇനി ആ ഭരണഘടനാ ശില്പികളെല്ലാം ഏതെങ്കിലുമൊക്കെ മതത്തിൽ വിശ്വസിച്ചു വരുന്നവരുമാണ്. അവർക്ക് വേണമെങ്കിൽ അവരുടെ മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതാമായിരുന്നു, ചിന്തിപ്പിക്കാമായിരുന്നു, പ്രേരിപ്പിക്കാമായിരുന്നു, അങ്ങനെയൊക്കെ പ്രിവിലേജസ് കൂട്ടിവെക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ എല്ലാ മതങ്ങൾക്കും 1%, അതിൽ താഴെയോ 90% ഉള്ള മതത്തിലും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഭരണഘടന എഴുതിയതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരമല്ലാതെ പിന്നെ എന്താണുള്ളത്? അപ്പോൾ ഈ മനോഹരമായ രാജ്യത്ത്, മനോഹരമായ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പായിട്ട് നമ്മൾ കാണാം. അതുകൊണ്ട് ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഒരു ഭാരതീയ ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളണം. ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുവാനും, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ രാജ്യത്തായിരിക്കുന്നതെങ്കിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെയും ദൈവത്തിന്റെ തീരുമാനത്തെയും ഞാൻ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യത്തെ ബഹുമാനിക്കുന്നു, എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ബാധ്യസ്ഥനാണെന്നുള്ള ദൈവശാസ്ത്ര ചിന്തയും കൂടി ഒരു പൗരധർമ്മം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ആഹ്വാനം നൽകുകയാണ്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഈ രാജ്യത്തിന്റെ നന്മ അന്വേഷിക്കുവാൻ, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഇതിനു വേണ്ടി ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് രാജ്യസ്നേഹികളാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇങ്ങനെയായിരിക്കണം ദൈവമക്കൾ ഒരു പൊതു സദസ്സിൽ നമുക്ക് രാജ്യത്തെക്കുറിച്ചും പൗരധർമ്മത്തെക്കുറിച്ചും ഒരു ക്രിസ്ത്യാനി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഇങ്ങനെ നിങ്ങൾക്ക് ബേസ് ചെയ്ത് സംസാരിക്കാൻ കഴിയണം. എന്നിട്ട് നിങ്ങളെല്ലാം ഇവിടെ കുറച്ച് ആളുകൾ പറയുന്ന പോലെ ഇവിടുത്തെ ക്രിസ്ത്യാനികളെല്ലാം അമേരിക്കയിലേക്കും ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും പോവുക, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാൻ
സ്റ്റാൻഡിലേക്ക് പോകുക എന്ന് പറയുന്നത് പോലെയുള്ള പരിപാടിയല്ല. അങ്ങനെ ഒരു ആശയക്കാരുമല്ല നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാൻ ഏത് പുസ്തകത്തിലേക്ക് വരട്ടെ? ഇതിലെല്ലാം ചിന്തകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ദൈവിക ചിന്തകളുണ്ട്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഭാരതീയനായതിൽ ഒട്ടും അപമാനം തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്. ഇനിയാണ് അടുത്ത ചോദ്യത്തിന്റെ ഭാഗം. നമ്മൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരോ എന്നുള്ള ഭാഗത്തിലേക്ക് ഞാൻ പിന്നാലെ വരികയാണ്. അതിനു മുമ്പ് വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗം കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് വാസ്തവത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്? ക്രിസ്ത്യാനിയായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുകയാണ്, നമുക്ക് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം കൊണ്ടുവന്നവരാണ്. ഇന്ത്യക്ക് 75 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുവാനായിട്ട് സ്വാതന്ത്ര്യ സമര സേനാനികൾ യുദ്ധം ചെയ്തതുപോലെ, എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റുകൾ നടന്നതുപോലെ, സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ നടന്നതുപോലെ ഇന്ത്യയെ മോചിപ്പിക്കുവാൻ ആളുകളുണ്ടായിരുന്നു. ഇതുപോലെ നമ്മെ മോചിപ്പിച്ചതാണ്. Who did deliver us? Who did free us from the bondage of sin and darkness? That is no one but Jesus Christ. യേശു ക്രിസ്തുവാണ്. ഗലാത്യലേഖനം 5:1 വളരെ പരിചയമുള്ള വാക്യം. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. Galatians 5:1. It is for freedom Christ sets you free. ക്രിസ്തുവാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത്. അപ്പോൾ സ്വാതന്ത്ര്യം കൊണ്ടുവന്നത് ക്രിസ്തുവാണ് എന്ന് നമ്മൾ കാണുന്നു. ക്രിസ്തു വന്നതും സ്വാതന്ത്ര്യം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 2, യേശു നമ്മളെ സ്വതന്ത്രരാക്കിയത് എന്തിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ആരിൽ നിന്നുമാണ്? യേശുവാണ് നമ്മളെ സ്വതന്ത്രരാക്കിയത് നമ്മൾ മനസ്സിലാക്കി. ഈ യേശു നമ്മെ സ്വതന്ത്രരാക്കിയത് എന്തിൽ നിന്നും ആരിൽ നിന്നുമാണ്? വീണ്ടും ഗലാത്യ ലേഖനം 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളും കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഗലാത്യ ലേഖനം 5:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നു എന്താണ്? അവൻ നമ്മെ സ്വതന്ത്രരാക്കിയത് എവിടെ നിന്നാണ്? ന്യായ പ്രമാണത്തിന്റെ അടിമത്വത്തിൽ നിന്ന്. മറ്റൊരു ഭരണഘടന നമുക്കുണ്ടായിരുന്നു. ആ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നും, അതിന്റെ സ്വാധീനത്തിൽ നിന്നും, അതിന്റെ ഭരണാധിപത്യത്തിൽ നിന്നും മറ്റൊരു പ്രമാണത്തിലേക്ക് ക്രിസ്തു നമ്മളെ കൊണ്ടുവന്നു. ഇന്ത്യ 75 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ, അവരുടെ നിയമങ്ങളുടെ, അവരുടെ ആശയങ്ങളുടെ, അവർ പറയുന്ന കാര്യങ്ങളുടെ കീഴിൽ ഇന്ത്യക്കാരായ ആളുകൾ ജീവിച്ചതുപോലെ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നാം ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് മറ്റൊരു പ്രമാണം നമുക്കുണ്ടായിരുന്നു. മറ്റൊരു ഭരണഘടനയ്ക്ക് കീഴിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്നും ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ ക്രിസ്തു ആഗ്രഹിച്ചത്? ആ പ്രമാണം നമുക്ക് ജീവൻ പകരുന്നതായിരുന്നില്ല. ആ പ്രമാണം നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നതായിരുന്നില്ല. ആ പ്രമാണം നമ്മെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്നതായിരുന്നു. നമ്മെ നിഷ്ക്രിയരാക്കുന്നതായിരുന്നു. നമ്മെ കുറ്റവാളിയാക്കിയപ്പോഴും നിർത്തുമായിരുന്നു. നമുക്ക് വേണ്ടുന്നത് പോലെയുള്ള സ്വാതന്ത്ര്യം ആ പ്രമാണത്തിന്റെ കീഴിലുണ്ടായിരുന്നില്ല. വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവൻ ന്യായ പ്രമാണത്തിൽ നിന്നും അവൻ നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ, നാം യഹൂദന്മാര് അല്ലെങ്കിൽ മോശയിലൂടെ ലഭിച്ച ആ ന്യായ പ്രമാണത്തിന്റെ കീഴിലായിരുന്നു നാം ഇപ്പോഴും ജീവിച്ചിരുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു കൂട്ടമായിട്ട് നമുക്ക് കൂടാൻ കഴിയുമായിരുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പഴയ നിയമം വായിക്കണം. ഇസ്രായേൽ ജനം അനുവർത്തിച്ചു പോകുന്ന നിയമങ്ങളും അതിന്റെ ഭീകരതകളും അതിന്റെ വിഷമങ്ങളും എല്ലാം നിങ്ങൾക്ക് പഴയ നിയമത്തിൽ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ആ പ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചവർക്ക് ഉണ്ടായിരുന്ന ആ സാമൂഹ്യ അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം, ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാക്കുവാനായിട്ട് വളരെ എളുപ്പമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തു നമ്മെ
സ്വതന്ത്രരാക്കി. ഇന്ന് ന്യായപ്രമാണമാണ് നമ്മൾ ആചരിച്ചിരുന്നതെങ്കിൽ പ്രിൻസിയും ബ്ലസ്സിയും ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാടിനെയും കൂടി വരണമായിരുന്നു, ഒരു പ്രാവും കുഞ്ഞുമായിട്ട് വരണമായിരുന്നു. ഇവിടെ യാഗപീഠങ്ങൾ കണ്ടേനെ, ദഹിപ്പിക്കുന്ന യാഗപീഠങ്ങൾ ഇവിടെ കണ്ടേനെ, ഇവിടെ പുരോഹിതന്മാരുടെ ഒരു നിര കണ്ടേനെ, ഇവിടെ അങ്ങനെ പലതുമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലളിതമായിട്ടൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി സ്തോത്രക്കാഴ്ച എടുത്തില്ലെങ്കിലും അയ്യോ എടുക്കാൻ മറന്നുപോയല്ലോ എന്തെങ്കിലും വിചാരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. അത് മനസ്സിലായോ? അയ്യോ ഇവിടെ വന്നോ സ്തോത്രക്കാഴ്ച എടുക്കാനായിട്ട് മറന്നുപോയത് എന്നുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ആ ന്യായപ്രമാണത്തിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ടാണ്. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ ഇത് അത്ര സാധ്യമാകുമായിരുന്നില്ല, അല്ലെങ്കിൽ അത് അത്ര എളുപ്പമാകുമായിരുന്നില്ല. നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരായിട്ട് മാറും ഞാൻ നിങ്ങൾ. അപ്പൊ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. വസ്ത്രം ധരിക്കുന്നതിൽ, ഭക്ഷണം കഴിക്കുന്നതിൽ, പെരുന്നാളുകളും ഉത്സവങ്ങളും നടത്തുന്നതിൽ, അതിന്റെ ക്രമങ്ങൾ പാലിക്കുന്നതിൽ, അതിന്റെ ചിട്ടവട്ടങ്ങളിൽ ഏർപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ വിടാതെ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും ഇടയില്ലാത്ത വിധത്തിൽ പ്രമാണ സംബന്ധമായി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന ഒരു പ്രമാണത്തിൽ നിന്നും മറ്റൊരു പ്രമാണത്തിലേക്ക്, ക്രിസ്തുവിന്റെ പ്രമാണത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആരും വില കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മളാരും ഇതിനു വേണ്ടി സിന്ദാബാദ് വിളിക്കുകയോ ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ അടി അല്ലെങ്കിൽ അതിന്റെ ഉണ്ട നമ്മുടെ ശരീരത്തിൽ പതിക്കുകയോ അവരുടെ ലാത്തി കൊണ്ട് അടി കിട്ടുകയോ ഒന്നും നമുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് വാസ്തവത്തിൽ, അല്ലേ? ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി എന്താണ് ചെയ്തത്? ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കുവാൻ അവന്റെ രക്തം നമുക്ക് നൽകി, അവന്റെ ജീവൻ നമുക്ക് നൽകി. അങ്ങനെയാണ് നമ്മെ ക്രിസ്തു സ്വതന്ത്രരാക്കിയത്. അപ്പോൾ ന്യായപ്രമാണത്തിൽ നിന്നും അവൻ നമ്മെ സ്വതന്ത്രരാക്കി. കൊലോസ്യർ 2:20-23 ഇതൊക്കെ നിങ്ങൾ പിന്നാലെ വായിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കൊലോസ്യരോട് പറയുന്നത്, നിങ്ങൾ ഈ തൊടരുത്, രുചിക്കരുത് എന്ന് പറയുന്ന ആ പ്രമാണങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ സ്വതന്ത്രരായി എന്ന് പറയാൻ കാരണം അതാണ്. പാപത്തിൽ നിന്ന് അവൻ നമ്മെ സ്വതന്ത്രരാക്കി. യോഹന്നാൻ 8:31-34, യോഹന്നാന്റെ സുവിശേഷം 8:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നു, അവൻ നമ്മെ പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും അവൻ നമ്മെ സ്വതന്ത്രരാക്കി. ഇരുട്ടിന്റെ അധികാരം, അന്ധകാരം, പൈശാചികമായ ഭരണത്തിൽ നിന്ന്, അവന്റെ മേധാവിത്വത്തിൽ നിന്ന്, അവന്റെ ഭരണത്തിൽ നിന്ന്, അവന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ അവൻ സ്വതന്ത്രരാക്കി. പിശാചിൽ നിന്ന് നമുക്ക് അവൻ മോചനം നൽകി. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് സ്നേഹസ്വരൂപനായ തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി. ആ രാജ്യത്തിന്റെ പ്രജകളാക്കി നമ്മളെ മാറ്റി. കൊലോസ്യർ 1:13-14 വാക്യങ്ങൾ. കൊലോസ്യർ 1:13-14. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, ഫ്രം ദ ഡൊമിനിയൻ ഓഫ് ഡാർക്ക്നെസ്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചു, അവൻ നമ്മെ സ്വതന്ത്രരാക്കി. തടവറയിൽ കിടന്ന, ഇരുട്ടിൽ കിടന്ന, കണ്ണു കാണാതെ കിടന്ന, നമുക്കൊന്നും മനസ്സിലാകാതെ കിടന്ന, നമ്മൾ അന്ധകാരത്തിൽ കിടന്ന, തപ്പിത്തടഞ്ഞു കിടന്ന, അതിൽ നിന്നും കർത്താവ് നമ്മെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശരീരത്തിൽ അന്ധനായ ഡിനു ബ്രദറിനും യേശുവിനെ കുറിച്ചുള്ള വെളിച്ചം ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാൻ സ്വതന്ത്രനാണെന്ന് പറയാൻ കഴിഞ്ഞതിന്റെ കാരണം. ഹല്ലേലൂയ. യേശു നമ്മെ സ്വതന്ത്രരാക്കുമ്പോൾ അതൊരു വലിയ സ്വാതന്ത്ര്യമാണ്. അപ്പോൾ പിശാചിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന്, ഇങ്ങനെ ഇതാണ് മേജറായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അവൻ നമ്മെ സ്വതന്ത്രരാക്കി, അവൻ നമ്മെ സ്വതന്ത്രരാക്കി. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ പിശാചിന് അവകാശവും അധികാരവുമില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പിശാചിന് അധികാരവും അവകാശവുമില്ല. അതുകൊണ്ട് പിശാചിനെ പേടിച്ച് ഇവിടെ ആരും ജീവിക്കണ്ട.
പിശാച് എൻ്റെ വീടിന്റെ മൂലയ്ക്ക് വരുമോ, എൻ്റെ വീട്ടിൽ വരുമോ, എന്നെ പേര് പിടിക്കുമോ എന്നൊന്നും ആരും പേടിച്ച് ജീവിക്കേണ്ട. നിങ്ങളെ അവൻ വെളിച്ചത്തിലാക്കിയിരിക്കുന്നു. നിങ്ങൾ വെളിച്ചത്തിൽ വസിക്കുന്നവരാണ്. ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലുള്ളവരാണ്. ക്രിസ്തുവിന്റെ ഭരണത്തിന് കീഴിലും പിശാചിന് ദൈവം അനുവാദം കൊടുത്തിട്ടുണ്ട് കയറി വരാനായിട്ട്, കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ കയറി, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ദൈവം നിൽക്കുന്ന ഇടത്തും പിശാചിന് വരാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ദൈവം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് പിശാചി ആലയത്തിൽ കയറാതിരിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക്, നിങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന നിലയിലേക്ക്, നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന നിലയിലേക്ക് പിശാചിന് കയറി വരാൻ അനുവാദമില്ല. നിങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ വന്നിരിക്കും, നിങ്ങളോട് വർത്താനമൊക്കെ പറയും. ദൈവപുത്രനോട് അവൻ വർത്താനമൊക്കെ പറഞ്ഞു. ബൈബിളൊക്കെ എടുത്താണ് സംസാരിച്ചത്. ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തിന്റെ ദൂതന്മാർ നിൽക്കുന്ന കൂട്ടത്തിലും ആരും കൂടെ ചെന്നു. പിശാചിങ്ങനെ ചെന്നതായിട്ട് നിങ്ങൾ വായിക്കുന്നില്ലേ? സാത്താനും കൂടി ചെന്നതായിട്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. അവൻ ചെല്ലുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവസന്നിധിയിൽ അവൻ ചെല്ലുന്നത് ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ? അവൻ നമ്മൾക്കെതിരെ ദൂഷണം പറയാൻ വേണ്ടിയിട്ടാണ്, നമ്മെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മേലുള്ള തെറ്റുകൾ ദൈവത്തോട് പറഞ്ഞു കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി അവിടെ ചെല്ലുന്നത്. അതെ, ലൈവ് പാസ്റ്റർ അങ്ങോട്ട് പോയപ്പോൾ പുള്ളിക്കാര്യം പാസ്റ്ററൊക്കെയാണ് നിങ്ങൾ അഭിഷേകമൊക്കെ ചെയ്ത് വെച്ചതാണെങ്കിലും പുള്ളി അത്ര നല്ല പുള്ളിയൊന്നും അല്ല. ഞാൻ പുള്ളിയെ ഡെസ്ക്ടോപ്പിൽ വെച്ച് കണ്ടിരുന്നു. അങ്ങനെ കുറ്റം പറയാനായിട്ട് എന്നെയും നിങ്ങളെയും കുറ്റം പറയുന്നവരായിട്ടാണ്, കുറ്റം പറയാൻ വേണ്ടിയ പുള്ളി എവിടെ ചെല്ലുന്നത്? ദൈവസന്നിധിയിൽ ചെല്ലുന്നത്. നിങ്ങളുടെ കസേരയുടെ അടുത്ത് പുള്ളി ഇരിക്കുന്നുണ്ടാവും, പറയുന്നുണ്ടാവും, അത്ര വലിയ പുള്ളിയായിട്ട് നീ ചമയൊന്നും വേണ്ട, എനിക്ക് അറിയാം. അപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെയാവും. നമ്മൾ മറന്നു പോകും. ദൈവം എന്നെ വീണ്ടെടുത്തു, ദൈവം എന്നെ രക്ഷിച്ചു, ദൈവം എന്നെ, ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളതൊക്കെ ഒരു നിമിഷത്തേക്ക് മറന്നു പോയിട്ട് പിശാച് പറഞ്ഞാൽ കേട്ടിട്ട് നമ്മൾ അപകർഷതാബോധവും കുറ്റബോധത്തിന് അടിമപ്പെട്ടിട്ട് നമ്മൾ ചുന്നിക്കുന്നു. കുറ്റബോധം കൊണ്ടുവരുന്നത് പിശാചാണ്, പാപബോധം കൊണ്ടുവരുന്നത് ദൈവമാണ്. ഒന്നുകൂടി പറയാം, പാപബോധം കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാപം ചെയ്താൽ ആ പാപത്തെ കുറിച്ചുള്ള ബോധം, നീ തെറ്റ് ചെയ്തു, പാപം ചെയ്തു എന്നുള്ള ബോധം കൊണ്ടുവന്ന് നമ്മളെ തെറ്റിനെ കുറിച്ചുള്ള ബോധ്യം തന്ന് നമ്മെ പാപബോധം വരുത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. കുറ്റബോധത്തിന് നമ്മെ അടിമയാക്കുന്നത് പിശാചാണ്, ദൈവാത്മാവല്ല. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ ആ പരാജയങ്ങളുടെയും തെറ്റുകളുടെയും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവേ ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി, അകൃത്യം ചെയ്തു പോയി, പാപം ചെയ്തു പോയി, എന്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണം, യേശു ക്രിസ്തു മുഖാന്തരം എന്നോട് കരുണയുണ്ടാകണം, എന്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പിതാവിനോട് നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നീതിമാനായവനാണ് സ്വർഗത്തിലെ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. 3 ദിവസം ഉപവാസം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് 21ാമത്തെ ദിവസം നിന്റെ പാപം ക്ഷമിക്കാമെന്നല്ല കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ലംഘനം നിന്നോട് അറിയിച്ചപ്പോൾ കർത്താവ് എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചിരുന്നു. എന്നാൽ പിശാചിന്റെയും ജീവിതത്തിൽ പണ്ട് പറ്റിയ പരാജയങ്ങൾ, തെറ്റുകൾ, കുടുംബജീവിതത്തിലെ പോരായ്മകൾ, അന്ന് പറഞ്ഞ വാക്കുകൾ, ഇനി എത്ര വലിയ പുള്ളിയൊന്നും ആവണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും നമ്മെ ഇനാക്റ്റീവായിട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നതാണ് പിശാചിന്റെ പരിപാടി. അവൻ കൊല്ലുവാനും അറക്കുവാനും മോഷ്ടിക്കുവാനും ഒക്കെ അവൻ വരുന്നത്. അവൻ നമ്മെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോ ഈ പിശാചിന്റെ അധികാരത്തിൽ നിന്നാണ് അവൻ നമ്മെ രക്ഷിച്ചത്. അപ്പൊ ഇന്നു മുതൽ സ്വതന്ത്രരായിട്ട് ജീവിക്കുക. ആരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിച്ചവരായി? ഞാൻ പിശാചിന്റെ അടിമത്വത്തിൽ നിന്നും അവന്റെ ആധിപത്യത്തിൽ നിന്നും അവന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയവനാണെന്നുള്ള ആഘോഷം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. അപ്പോ ഇത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി അദ്ദേഹം നമ്മെ സ്വതന്ത്രരാക്കിയത്?
ചിലപ്പോൾ നിങ്ങൾ ഈ പട്ടികളെയും നായ്ക്കളെയും മൃഗങ്ങളെയൊക്കെ നമ്മളിങ്ങനെ ചങ്ങലയിൽ കെട്ടിയിടാറില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പട്ടിയെ, നായ്ക്കുട്ടി എന്ന് പറഞ്ഞാലാണ് സഭ്യമായ ഭാഷയുണ്ട് അല്ലേ, ഒരു നായയെ നിങ്ങൾ ചങ്ങലയിൽ കെട്ടി അവിടെ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ രസത്തിന് ചെയ്യുക, പുള്ളിയുടെ സ്ഥിരമായിട്ട് ഇവിടെ കെട്ടിയിട്ടേക്കാണ്. ഇവിടെ നിന്ന് കുരുക്കഴിച്ചാൽ പട്ടിക്ക് മനസ്സിലാവും പോകാനുള്ളതാണ്. നിങ്ങൾ അതിനെ കെട്ടിയിരിക്കുന്ന തൂണുണ്ടല്ലോ, അല്ലെങ്കിൽ ആ കമ്പി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും ഇടിയിച്ചിട്ടില്ല, ഈ പട്ടി പോകില്ല, അവിടെ കിടക്കണം. അതിനെഴുന്നേറ്റ് പോകാം എന്നുള്ളത് അതിനറിയില്ല. അതിന്റെ ചിന്ത എന്താണെന്നറിയാമോ? ഇതിനെ ഇവിടുന്ന് ഘടിപ്പിച്ചേക്കുന്ന സാധനം അപ്പുറത്ത് ഉണ്ടെന്നുള്ള ചിന്തയിൽ പുള്ളി അവിടെ തന്നെ കിടക്കണം. ഇതുപോലെയാണ് ഒത്തിരി വിശ്വാസികൾ. അവർ സ്വതന്ത്രരാണെന്ന് അവർ അറിയുന്നില്ല. എന്നിട്ട് ഇവർ ഇന്നും എവിടെ കിടക്കുക? അടിമത്വത്തിൽ കിടക്കുകയാണ്. പണ്ട് ബന്ധിച്ചതിന്റെ ആ ചങ്ങല ഇപ്പോഴും അവിടെ കിടക്കുകയാണെന്നുള്ളൊരു ധാരണയിലാണ്. അവിടെ നിന്ന് അഴിച്ചുവിട്ടേക്കാണെന്നുള്ള സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയാതെ ധാരാളം വിശ്വാസികൾ ഇന്നും കിടക്കുന്നുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നമ്മെ സ്വതന്ത്രരാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. 1 Petrus 2:16 അദ്ദേഹം വായിച്ച് ഞാൻ 1-2 കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 1 Peter chapter 2:16 and Galatians 5:13. ഗലാത്യർ 5:13 കൂടി വേഗം വായിച്ച്. 1 Petrus 2:16 വേഗം വായിക്കാറില്ല ഒരാള്? സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയ്ക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടക്കും. നമുക്ക് അതിന്റെ ആദ്യത്തെ ഭാഗം എടുക്കാം. ആ വാക്യം നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഭാഗം ഒന്നുകൂടി നോക്കാം. സ്വതന്ത്രരായും ദൈവത്തിന്റെ ദാസന്മാരായി നടക്കുകയും. അപ്പൊ സ്വതന്ത്രരായി നടക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത്. ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത് നമ്മൾ ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. ഗലാത്യർ 5:13 എടുത്തോ. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗത്ത് എന്താണ് നമ്മൾ കണ്ടത്? സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഗലാത്യർ 5:1 ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രനാക്കി സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? അതോ ഇന്നും നിങ്ങൾ ചില നിയമങ്ങളുടെ കുരുക്കിലാണോ? ആർ യു സ്റ്റിൽ അണ്ടർ ദി ലീഗലിസം? ഇന്നും ഒത്തിരി വിശ്വാസികൾ ലീഗലിസ്റ്റിക് ആയിട്ട് ജീവിക്കുകയാണ്. നിയമാധിഷ്ഠിതമായ ജീവിതമാണ് നയിക്കുന്നത്. സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. അവരിന്നും ചിന്തിക്കുകയാണ് ഒത്തിരി. ഞാനതിനെ പറയാൻ പോയ കുറേ കാര്യങ്ങളുടെ ഇതിലേക്ക് പോകും. വളരെ നിസ്സാരമായിട്ട് പറയാം. നിങ്ങൾ ആരും ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ വേണ്ടിയാണ് മെസ്സേജ് ഇങ്ങനെ ആയതുകൊണ്ട്. ഇന്നും ഒത്തിരി ക്രിസ്ത്യാനികൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ചില ആഹാരങ്ങൾ നിഷിദ്ധമാണെന്നാണ്. അവർക്ക് ലോകത്തുള്ള സകലതും കഴിക്കാം. അവർക്ക് കോഴി കഴിക്കാം, ബീഫ് കഴിക്കാം, മീൻ കഴിക്കാം, ചെമ്മീൻ കഴിക്കാം, കക്ക കഴിക്കാം. പക്ഷെ പന്നിയിറച്ചി കഴിക്കാൻ പാടില്ല. നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ കഴിക്കേണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ പന്നിയിറച്ചി കഴിക്കുന്നത് ദൈവമക്കൾക്ക് അനുയോജ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ ഇന്നും സ്വതന്ത്രരായില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ. കാരണം ഇത് ഇത്ര പറയാൻ കാരണം എന്താ? ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടെന്നല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ഇടങ്ങളിലുണ്ട്. നിങ്ങൾ പന്നിയിറച്ചി കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. പക്ഷെ പന്നിയിറച്ചി കഴിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നിങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയപ്പോൾ നിങ്ങൾ ഒരു ആഹാരവും നിഷിദ്ധമായിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ബോധപൂർവ്വം വിവേകപൂർവ്വം ഉപയോഗിക്കുന്നത് മാത്രം. നിങ്ങൾക്ക് വയറുവേദന ഇരിക്കുമ്പോൾ ക്രിസ്തു എന്നെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് എനിക്ക് പന്നി വേണം എന്ന് വിളിച്ച് കഴിച്ചിട്ട് ക്രിസ്തുവിനെ കുറ്റം പറയുക. അപ്പോൾ വയറുവേദന എടുത്തിട്ട് പിന്നെ കർത്താവിനെ പറയും. അതൊക്കെ നിങ്ങളുടെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴിക്കേണ്ട ആഹാരം കഴിച്ചാൽ മതി. നിങ്ങൾക്ക് എന്താ പറയുക, തൊണ്ടവേദനയും നിങ്ങൾക്ക് ശ്വാസമുട്ടും ചുമയും ഒക്കെ ഉള്ള ആളാണ്, എനിക്ക് ഇന്ന് ഐസ്ക്രീം കഴിക്കണം, കർത്താവിൽ ഞാൻ സ്വതന്ത്രനാണ്
മരിച്ച് അവസാനം ചുമയും കുറയായിട്ട് കിടന്നാൽ ആ ആപ്തവാക്യങ്ങൾ കൊണ്ടൊന്നും നിങ്ങളെ രക്ഷപ്പെടുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾ യുക്തിപൂർവ്വം ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇവിടെയാണ് ക്രിസ്ത്യാനിത്വം. നിങ്ങൾക്ക് ഇന്ന ആഹാരം കഴിച്ചോളണം, ഇന്ന വിധത്തിലുള്ള വസ്ത്രധാരണമേ പാടുള്ളൂ എന്നുള്ളത് ക്രിസ്തീയ ധർമ്മത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ പ്രമാണത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് ക്രിസ്തീയ സഭയ്ക്ക് ദൈവം ആ പ്രമാണം നൽകാതിരുന്നത്. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്, എന്താ ക്രിസ്ത്യാനികൾക്ക് ലോകമെമ്പാടും ഒരു ഡ്രസ് ഇല്ലാത്തത്? ഇവിടെ ചില മതങ്ങളിൽപ്പെട്ടവർക്ക് ലോകമെമ്പാടും പോയാൽ ഒരു വിധത്തിലുള്ള വസ്ത്രം, ഒരു വിധത്തിലുള്ള ഭക്ഷണം, ഒരേ വിധത്തിലുള്ള ആരാധനാരീതി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവർക്ക് ചില ദിക്കുകളിലേക്കൊക്കെ തിരിഞ്ഞു നിന്നാലാണ് പ്രാർത്ഥിച്ചാൽ ശരിയാവുള്ളൂ പോലും. അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖമൊക്കെ കഴുകിയാലാണ് പോലും ദൈവം തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ പോലും. അവർ ചില അകലത്തിലും ചില പ്രത്യേകമായിട്ടുള്ള ഭാവങ്ങളിലൂടെയും നിൽപ്പുകളിലൂടെയും ഒക്കെ നിന്നാലാണ് പ്രാർത്ഥന ശരിയാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമൂഹം. ചില സമയങ്ങളിൽ മാത്രമേ ദൈവം ഉണരുകയുള്ളൂ, ദൈവത്തെ ഉണർത്താൻ കഴിയുള്ളൂ, പിന്നെ മയക്കത്തിലേക്ക് പോകും എന്ന് വിശ്വസിക്കുന്ന സമൂഹം നമ്മുടെ ഇടയിലുള്ളപ്പോൾ നിങ്ങൾക്ക് ആരാധിക്കാൻ ദൈവ സ്വാതന്ത്ര്യം നൽകി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയാമതയുള്ളേ. ഏത് സമയത്തും നിങ്ങൾക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ, വിളിച്ചപേക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും ദൈവം ഭാഗ്യം നൽകി, പദവി നൽകി എന്നുള്ളത് നിങ്ങളിൽ എത്ര പേർ ആഘോഷിക്കുന്നുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വരാം. വേദപുസ്തകം വെക്കുന്ന ഒരേ ഒരു മാനദണ്ഡം ഇത്രയേ ഉള്ളൂ, യോഗ്യമായ വസ്ത്രം. ആ വാക്കുകൊണ്ട് തന്നെ സകല ലോകത്തെയും കർത്താവ് കവർ ചെയ്ത് കഴിഞ്ഞു. സകല ലോകത്തിനും യോഗ്യമായിട്ടുള്ള ഒരു വാക്കായിട്ട് അത് മാറി, യോഗ്യമായ വസ്ത്രം. അവിടെ നിങ്ങൾക്കും എനിക്കറിയാം ആരാധനയ്ക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സ് ധരിച്ചു വരണമെന്നുള്ളത്. ബീച്ചിൽ പോകുമ്പോൾ അവിടെ നമുക്കറിയാം ഏത് ഡ്രസ്സ് ധരിച്ചു പോകണമെന്നുള്ളത്. അവിടെ എൻ്റെ മതം എന്നെ കൊല്ലുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മതം എന്നെ കൊല്ലുന്നില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ബീച്ചിൽ പോകുമ്പോൾ ട്രാൻസ്ഫർ ഇടാൻ പറ്റുന്നത്. ഞാൻ അങ്ങനെ അല്ലാത്തൊരു മതത്തിന് അടിമയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബീച്ചിൽ എനിക്ക് കുളിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം എൻ്റെ മതത്തിന്റെ ഡ്രസ്സ് അത് ഊരാൻ എനിക്ക് അനുവാദം തരുമായിരുന്നില്ല. ചില നേരങ്ങളും ചില ദിവസങ്ങളും ഒക്കെ ചിലർക്ക് പ്രധാനപ്പെട്ടതായി പോകുമായിരുന്നു. ആരെങ്കിലൊക്കെ വീട്ടിൽ വന്നോ, ഇന്ന് 1-ാം തീയതി ആണല്ലോ, ഇവൻ തന്നെയാണോ അല്ലെങ്കിൽ ഇവൾ തന്നെയാണോ വീട്ടിലേക്ക് കയറി വന്നത് എന്ന് ചിന്തിപ്പിക്കുന്ന ആ ചിന്തകളിൽ നിന്ന് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ ചില വീട്ടിലേക്ക് അത്യാഹിതമായാലും പോകാൻ നിവൃത്തിയില്ലായിരുന്നു 10 മണിക്ക് ശേഷമല്ലാതെ. ഞാൻ ഓർക്കുന്നു എൻ്റെ കുട്ടിക്കാലം, എൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു. എൻ്റെ പെങ്ങൾക്ക് 1-ാം തീയതി ആയാൽ ഇരിക്കപ്രതിയായിരുന്നു. എൻ്റെ നാള് തിരുവോണമായിരുന്നെങ്കിലും എൻ്റെ പെങ്ങളുടെ നാള് പൂരാടമായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലത്തായിരുന്നു. അപ്പൊ ഈ അന്ന് എൻ്റെ പൂരാട്ടിന് അതിന് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നാളെ എന്തോ പ്രത്യേകത പോലും എനിക്കറിയില്ല, അത് പറയാറില്ല. പക്ഷെ ഇവർക്ക് 1-ാം തീയതി ആയാൽ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള എല്ലാ വീട്ടിലും കയറാണ് വീട്. അവളോട് കുഞ്ഞോളെ നീ പറഞ്ഞോടുകൂടി രാവിലെ തന്നെ വരണേ. എന്നിട്ട് ചിലപ്പോഴൊക്കെ പറയും, ആ പുള്ളിക്കാരൻ പാല് മേടിക്കാൻ വേണ്ടി മുമ്പ് നീ പറഞ്ഞോ. അപ്പൊ പാല് കൊടുക്കുന്ന വീട്ടിൽ എന്ത് ചെയ്യണം? പാല് മേടിക്കാൻ തന്നെ ആള് വരുന്നതിന് മുമ്പ് നീ വരണം. 1-ാം തീയതി അവർക്ക് കുശാലായിരുന്നു. അവർക്ക് പോക്കറ്റ് മണി വളരെ ചെറുപ്പത്തിലേ കിട്ടാൻ തുടങ്ങി. ഇതിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയില്ലേ? ഇതിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയില്ലേ ദൈവമക്കളെ? ഇപ്പോഴും ചില ക്രിസ്ത്യാനികൾക്ക് ഉണ്ട് പോലും അത് വേറെ വിധത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. മാസത്തിന്റെ 1-ാം തീയതി ഉപവാസത്തോടു കൂടി തുടങ്ങണം. നിങ്ങൾ ഉപവസിച്ചോ, പക്ഷെ ഉപവാസത്തോടു കൂടി തുടങ്ങണം എന്ന് പ്രമാണം ബൈബിളിലില്ല. നിങ്ങൾ മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച 3 ദിവസം ഉപവാസ പ്രാർത്ഥന ആയിരിക്കണം പോലും നിങ്ങൾ ഉപവസിച്ചോ, പക്ഷെ പ്രമാണം അങ്ങനെയില്ല. കർത്താവിന്റെ മേശ ആചരിക്കുന്നതിന് മുമ്പ് 7 ദിവസമോ 3 ദിവസമോ നിങ്ങൾ ഉപവസിച്ചതിന് ശേഷമേ കർത്താവിന്റെ മേശ എടുക്കാവുള്ളൂ പോലും നിങ്ങൾ അങ്ങനെ ചെയ്തോ, പക്ഷെ പ്രമാണം അങ്ങനെയില്ല. ഇതാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യം. എന്നാൽ ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം
അറിയാതെ അനുഭവിക്കാതെ ഇന്നും ലീഗലിസ്റ്റിക്കായി തുടരുന്ന നിയമത്തിന്റെ നാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ നിയമത്തിന്റെ കടമ്പകളുണ്ടല്ലോ, അതങ്ങ് ചാടിക്കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം. എൻ്റെ പ്രിയരെ, ഞാൻ വിശദീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചത്. അവൻ നമ്മെ സ്വതന്ത്രരാക്കി. ആ സ്വാതന്ത്ര്യം നമുക്ക് ആഘോഷിക്കുവാനായിട്ട് കഴിയട്ടെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർ. പക്ഷേ ഈ സ്വാതന്ത്ര്യം നമുക്ക് കർത്താവ് നൽകുമ്പോഴും ദൈവവചനം വളരെ കൃത്യമായിട്ട് പറയുന്നു. അതാണ് നമ്മൾ വായിച്ച രണ്ട് വാക്യങ്ങളിൽ കണ്ടത്. 1 പത്രോസ് 2:16, ഗലാത്യർ 5:13 നമ്മൾ കണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യത്തിനായി നിങ്ങൾ ദൈവം വിളിച്ചിരിക്കുന്നു. സ്വതന്ത്രരായിട്ട് നിങ്ങൾ ജീവിക്കണം. പക്ഷെ സ്വാതന്ത്ര്യം നിങ്ങൾ ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. നിങ്ങൾ സ്വതന്ത്രരാണെന്ന് കരുതി നിങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും ആ ഭരണഘടനയിൽ നിന്നും ആ പ്രമാണത്തിൽ നിന്നും നിങ്ങൾ മോചിപ്പിക്കപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനത്തിലേക്കും ഒരു രാജ്യത്തിലേക്കുമല്ല നിങ്ങൾ പ്രവേശിച്ചത്. അതിനേക്കാൾ മഹത്തരമായ, മേന്മയുള്ള, മനോഹരമായ, നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന, നിങ്ങളെ ജീവിപ്പിക്കുന്ന മറ്റൊരു പ്രമാണത്തിലേക്ക് നിങ്ങൾ അടിമകളായി മാറുകയായിരുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾ അവിടെ അടിമകളാണ്, ഇവിടെ അടിമകളാണ്. പക്ഷെ ഈ അടിമയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് പോലും. അതാണ് എൻ്റെ അർത്ഥം. ബ്രിട്ടീഷുകാരുടെ അടിമയായി കിടന്നപ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക അടിമയായിരുന്നു. ഇവിടെ നിങ്ങൾ ക്രിസ്തുവിന്റെ അടിമയായപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യമുള്ള ഒരു അടിമയായിട്ട് നിങ്ങൾ മാറുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാൻ പാടില്ല? ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഇന്ത്യ സ്വതന്ത്രം പറഞ്ഞിട്ട് എന്ത് നമുക്കിവിടെ ഭരണഘടനയില്ല? നമുക്ക് തോന്നിയപോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈ പുസ്തകം. നമ്മെ കർത്താവ് ആ അരാജകത്വമുള്ള ജീവിതത്തിൽ നിന്നും ആ അരക്ഷിതാവസ്ഥയിൽ നിന്നും നമ്മെ കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിന്റെ ആ മൂല്യങ്ങൾക്ക് കീഴിൽ ജീവിക്കാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. വെളിച്ചത്തിൽ ജീവിക്കുവാൻ, സ്നേഹത്തിൽ നടക്കുവാൻ, ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവൻ നമ്മെ വിളിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യരുത്. സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാനും എന്തും പറയാനും എന്തുപോലെയാകാനുള്ളതല്ല സ്വാതന്ത്ര്യം. അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ല. You cannot define freedom without a law. നിങ്ങൾക്കൊരു പ്രമാണത്തെ കൂടാതെ സ്വാതന്ത്ര്യം നിർവചിക്കാൻ പോകുന്ന സാധനമാണ്. അപ്പൊ നിങ്ങളൊരു പ്രമാണത്തിന്റെ കീഴിലേക്ക് വന്നു. ഇന്ത്യക്കാരായ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുവാൻ വിളിക്കപ്പെട്ടതുപോലെ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകും എന്നുള്ളതുപോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരോധമായിട്ട് ഇവിടെ പ്രസംഗിച്ച ഒരു മന്ത്രിക്ക് ഇവിടെ രാജിവെക്കേണ്ടതായിട്ട് വന്ന കഥ നിങ്ങൾ വായിച്ചില്ലേ? വാർത്ത നിങ്ങൾ കേട്ടില്ലേ? ഭരണഘടനയെ ബഹുമാനിക്കാത്ത വിധത്തിലുള്ള വാക്കുകൾ, കുന്തവും കൊടച്ചക്രവും എന്നൊക്കെ പറഞ്ഞോടുകൂടി സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കേണ്ടി വന്ന, എത്ര നമ്പറാണെന്ന് അറിയാൻ പാടില്ല, ആ ഇന്നോവ കാറിൽ സഞ്ചരിക്കേണ്ടി ഇരുന്ന ആ മന്ത്രി ഇപ്പൊ വീട്ടിലിരിക്കേണ്ട ഗതികേടായി MLA ആയിട്ട്. അപ്പോൾ മന്ത്രിയാണെന്ന് കരുതി, പ്രസംഗിക്കാൻ സ്റ്റേജ് കിട്ടിയെന്ന് കരുതി എനിക്ക് എന്തും പറയാനുള്ള ഒരു പൗരത്വ ബോധത്തിലേക്കോ ഒരു ഭരണഘടനാ സംവിധാനത്തിലേക്കോ അല്ല നമ്മൾ വന്നത്. ചോദിക്കാനും പറയാനും മറ്റൊരു പ്രമാണം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കിയായിട്ട് KT ജലീൽ എന്ന് പറയുന്ന ആ മുൻ മന്ത്രി, ഇപ്പോൾ ഒരു MLA, ഇന്ത്യക്കാരൻ മുഴുവൻ വിളിക്കുന്ന പാക് അധീന കാശ്മീർ എന്ന് പറയുന്ന ആ സ്ഥലത്തെ പുള്ളിക്കാരൻ വിളിക്കുകയാണ് ആസാദ് കാശ്മീർ എന്ന്. ഞാനും മറ്റേ മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ രാജിവെക്കാൻ പറഞ്ഞത്. പാകിസ്ഥാൻകാരൻ വിളിക്കുന്ന പേരാണോ ഇന്ത്യക്കാരൻ വിളിക്കുന്നത്? ഞാനൊരു ഭാരതീയനായെന്നുള്ള എൻ്റെ എല്ലാ രോക്ഷവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. രാഷ്ട്രീയ ഞാൻ കഴിഞ്ഞ ദിവസം സ്മിതയോട് പറഞ്ഞിരുന്നു, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് ഞാൻ പറയുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും റോഡിലെ കുഴിയും ആദ്യം ഇതൊക്കെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ, രക്തം തിളയ്ക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഞാൻ തണുക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ KT ജലീലാണ്, ആ മുൻമന്ത്രിയാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ഇന്ത്യൻ സമൂഹത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ഒരു പദപ്രയോഗം ഉപയോഗിച്ചാൽ
പദപ്രയോഗം പിൻവലിക്കണം. അത് തന്നെയാണ്. പിൻവലിച്ചേ പറ്റൂ. അപ്പോൾ എന്തും ചെയ്യാനും എന്തും പറയാനും എങ്ങനെ നടക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കല്ല നമ്മളും വന്നത് എന്ന് ഓർക്കുക. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്വാതന്ത്ര്യമുണ്ട്, അത് എന്തും ചെയ്യാൻ എന്തും പറയാനുമില്ല. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ഒറ്റ വാക്യം കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:12. 1 കൊരിന്ത്യർ 6:12 അത് വായിച്ച്. 1 Corinthians chapter 6. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും എനിക്ക് പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. 1 Corinthians 10:23. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലത്തിനും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും, അണ്ടർലൈൻ ദാറ്റ് വേർഡ്, സകലവും എനിക്ക് ആത്മീക വർധന വരുത്തുന്നില്ല. അണ്ടർലൈൻ ദാറ്റ് വേർഡ്, അണ്ടർലൈൻ ഇറ്റ്, അടിവരയിടണം. അപ്പോൾ ആ സ്വാതന്ത്ര്യം നിർവചിക്കപ്പെടുന്നത് ആ ഒറ്റ വാക്കിലാണ്, ആ ഒറ്റ സെന്റൻസിലാണ്. സകലത്തിലും എനിക്ക് ചെയ്യാൻ, എനിക്ക് കുടിക്കാൻ, എനിക്ക് കഴിക്കാൻ, എനിക്ക് പോകാൻ, എനിക്ക് ചെയ്യാൻ, ഒക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ ക്ലോസ്? എന്താ അതിന്റെ ക്ലോസ് എന്ന് പറയുന്നത്? എനിക്ക് രണ്ട് ക്ലോസ് ആണ്. 1 പ്രയോജനമുള്ളതല്ല, 2 ആത്മീക വർധന വരുത്തുന്നതല്ല. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രജകൾ ചിന്തിക്കേണ്ടത്. അപ്പൊ എനിക്ക് നിങ്ങൾക്കും പലതും ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ക്ലോസ് എപ്പോഴും മനസ്സിൽ കരുതിക്കൊള്ളണം. പ്രയോജനമുള്ളതാണോ, ഗുണമുള്ളതാണോ, എനിക്ക് ആത്മീക വർധന വരുത്തുന്നതാണോ, അതോ എനിക്ക് ദോഷം ചെയ്യുന്നതാണോ, അതെന്നെ ആത്മീയത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതാണോ, എന്നെ പുറകോട്ടടിക്കുന്നതാണോ? ഇതേ ചിന്തിക്കേണ്ടതുള്ളൂ. ഇത്രയും ചിന്തിച്ചാൽ മതി. എന്നെ അത് ആത്മീയമായി ബാധിക്കുമോ, എന്റെ ആത്മീയത്തെ ബാധിക്കുമോ, എൻ്റെ ആ വർത്തമാനം കൊണ്ട്, എൻ്റെ ആ ഭക്ഷണം കഴിക്കൽ കൊണ്ട്, എൻ്റെ യാത്ര കൊണ്ട്, ഞാൻ ആ കാര്യം ചെയ്യുന്നത് കൊണ്ട്, അവിടെ പോകുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ, അത് ആരെങ്കിലുമൊക്കെ വിശ്വാസം പോകുമോ, അത് ആരെങ്കിലുമൊക്കെ ഞാൻ വിലങ്ങുതടിയായിട്ട് മാറുമോ? ഇവിടെയാണ് ക്രിസ്തീയ പക്വത ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആ കാര്യങ്ങൾ പറയുന്നത്. പന്നി കഴിക്കില്ലാത്ത, ബീഫ് കഴിക്കില്ലാത്ത ഒരിടത്ത് എന്നിട്ട് ഞാൻ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ വക്താവായിട്ട് നിന്നുകൊണ്ട് ഉടനടി ഏറി ഞാൻ ബീഫ് കഴിക്കും, പന്നി കഴിക്കുകയും ചെയ്യുന്നതല്ല ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗവും പക്വതയും. ഒരുപക്ഷെ നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ പോയാൽ ബീഫ് കഴിക്കാത്ത, ഇവിടെ നമുക്ക് ബീഫ് എന്ന് പോലും പച്ചക്ക് വിളിച്ചു പറയാം. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്വാതന്ത്ര്യം. എനിക്ക് ബീഫേ എന്ന് ഉറക്കെ പറയാം, പന്നി ഇറച്ചി, പോത്തിറച്ചി എന്നെനിക്ക് പരസ്യമായിട്ട് എഴുതി വയ്ക്കാം. പക്ഷേ ഇവിടുന്ന് ഒരു 300 കിലോമീറ്ററാണ് കഴിഞ്ഞാൽ അത് ഞാൻ പറയണമെങ്കിൽ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാതെ, എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞു, ലൈജു എന്നോട് ആദ്യത്തെ കമാൻഡ്മെന്റ് ആയിരുന്നു വടക്കേണ്ടിയിരിക്കുന്നത്. അവനറിയാം ഇവിടെ കേരളത്തിൽ വളർന്ന് പഠിച്ചതൊക്കെ. ലൈജു ഇവിടെ വാക്ക് ഉപയോഗിക്കരുത്, നിനക്ക് അങ്ങനെ പറയണമെങ്കിൽ ദാറ്റെന്ന് ഉപയോഗിക്കണം, അതെന്ന് പറയാവുള്ളൂ. അതിവിടെ കിട്ടുമോ? പണ്ടൊരു സിനിമയില് സാധനം കയ്യിലുണ്ടോ എന്ന് കണ്ട് നടന്നതുപോലെ തന്നെ. സിനിമയുടെ പേര് പറഞ്ഞത് സ്വാതന്ത്ര്യക്കുറവായിട്ട് തോന്നിയോ? നിങ്ങളെ പക്വതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അപ്പം ഉപയോഗിച്ചത്. അപ്പൊ സാധനം കയ്യിലുണ്ടോ? അപ്പൊ കേൾക്കണേ ആൾക്കറിയാം എന്ത് ഈ സാധനം എന്ന് പറയുന്നത് എന്ത് സാധനമാണ് അല്ലേ എന്ന് പറഞ്ഞ പോലെ. മധു ഇവിടെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ മധുവിനറിയാം അതെന്ന് പറയുന്നത് ഏതാണെന്ന്. അപ്പോ ഇങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയാണ്, ഞാൻ സുവിശേഷകനായിട്ട്, മിഷണറി ആയിട്ട്, പാസ്റ്ററായിട്ട് അവിടെ ചെല്ലുകയാണ്, ക്രിസ്തുവിലുള്ള ഭയങ്കര സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്. 1 കിലോ ബീഫ് വേണം ചേട്ടാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്നിട്ട് ഒരു ബ്രാഹ്മൺ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി സുവിശേഷവും തീരും, മിഷണറി പ്രവർത്തനം തീരും, പിന്നെ ആള് തീരും. അവിടെ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ കണ്ടു കിട്ടാൻ പോലും പറ്റില്ല.
അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബുദ്ധി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ കുറച്ച് പേര് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ചില സഹോദരന്മാരൊന്നും ഉപയോഗിക്കില്ല. എന്നടാ അത് കഴിക്കണമെന്ന് പറഞ്ഞു നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അവനെ വ്യസനിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ സഹോദരന് നിലനിൽക്കടി ഉണ്ടാകുന്നതിനും ഞാൻ ബാധ്യസ്ഥനാണ്. അവനെ ബാധിക്കരുത്. അതുപോലെ എനിക്ക് പ്രയോജനമില്ലെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യരുത്? അത് ചെയ്യരുത്, അത് കഴിക്കരുത്, അത് കുടിക്കരുത്. അതെന്നെ നശിപ്പിക്കുമെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കരുത്. അതിനെ കർത്താവിൽ നിന്ന് അകറ്റുമെങ്കിൽ അവിടേക്ക് ഞാൻ പോകരുത്, അത് ഞാൻ ചെയ്യരുത്, അത് കുടിക്കരുത്, അത് കഴിക്കരുത്, അത് പറയരുത്. അങ്ങനെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടരുത്. പറഞ്ഞു മനസ്സിലായോ? ഇത്രേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യം എന്ത് ചെയ്യരുത്? ദുഷ്ടതയ്ക്ക് മറയാക്കാതെയും ദുർവിനിയോഗം ചെയ്യാതെയും പ്രയോജനമുള്ളതാണോ, ആത്മീയ വർധന വരുത്തുന്നതാണോ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട്, ക്ലോസിൽ നിന്നുകൊണ്ട് വേണം സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ വാട്ട് ഈസ് എ കൺക്ലൂഷൻ? എന്താ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്? സെലിബ്രേറ്റ് ദ ഫ്രീഡം, പ്രൊക്ലെയിം ദ ഫ്രീഡം, എൻജോയ് ദ ഫ്രീഡം, ഗാഡ് ദ ഫ്രീഡം. ഓക്കെ, അതുകൊണ്ട് പറയാം, സ്വാതന്ത്ര്യം ആഘോഷിക്കുക, സെലിബ്രേറ്റ് ദ ഫ്രീഡം. ഓക്കെ, പ്രൊക്ലെയിം ദ ഫ്രീഡം, സ്വാതന്ത്ര്യം വിളംബരം ചെയ്യുക, വിളിച്ചു പറയുക, അതാണ് സുവിശേഷീകരണം. ഓക്കെ, സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതാണ് ആരാധന. ഓക്കെ, സ്വാതന്ത്ര്യം വിളംബരം ചെയ്യുന്നതാണ് സുവിശേഷീകരണം. ഓക്കെ, സ്വാതന്ത്ര്യം ജാഗ്രതയോടെ, ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു, സ്വാതന്ത്ര്യം നിലനിർത്തുക, അല്ലേ? സ്വാതന്ത്ര്യം സസ്റ്റെയിൻ ദ ഫ്രീഡം, അത് ജാഗ്രതയോടെ അതിനെ നിലനിർത്തണം. ഗാഡ് ദ ഫ്രീഡം, ഗാഡ് ദ ഫ്രീഡം. അപ്പൊ 3 കാര്യങ്ങൾ, ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞില്ല. ഒരു കാര്യം സെലിബ്രേഷനും എൻജോയിങ് ഒരു കാറ്റഗറിയിൽ പോട്ടെ. അപ്പൊ സെലിബ്രേറ്റ് ദ ഫ്രീഡം, പ്രൊക്ലെയിം ദ ഫ്രീഡം, ഗാഡ് ദ ഫ്രീഡം. ഈ 3 കാര്യങ്ങൾ. സ്വാതന്ത്ര്യം ആഘോഷിക്കുക, സ്വാതന്ത്ര്യം വിളിച്ചു പറയുക, വിളംബരം ചെയ്യുക, സ്വാതന്ത്ര്യം ജാഗ്രതയോടെ നിലനിർത്തുക. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആ 75 വർഷം നിൽക്കുന്നത് നമ്മളിപ്പോഴും എന്ത് ചെയ്യാണ്? ജാഗ്രത പുലർത്തുകയാണ്. പാകിസ്ഥാൻ കയറി ആക്രമിക്കാതിരിക്കാൻ, മറ്റ് ദുഷ്ടശക്തികൾ രാജ്യത്തിന്റെ അകത്ത് തന്നെ ഉടലെടുക്കാതിരിക്കാൻ വേണ്ടി, ഛിദ്രിപ്പിക്കുന്ന ശക്തികൾ വരാതിരിക്കാൻ വേണ്ടി, ആശയങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഗവൺമെന്റ് ജാഗ്രതയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടായാൽ അവരെ പൊക്കും, ദൈവ നടപടികൾ ഉണ്ടാകും. അതാണ് ജാഗ്രത. അതുകൊണ്ട് ആ ജാഗ്രത നമ്മൾ എവിടെ പുലർത്തണം? സഭയിൽ പുലർത്തണം, സഭയിൽ പുലർത്തണം. സഭയിലേക്ക് ദുരുപദേശങ്ങൾ കടക്കാതിരിക്കാൻ ദൈവമക്കൾ ഒരേപോലെ ജാഗ്രത പുലർത്തണം. നമ്മൾ ഓരോരുത്തരും ജാഗ്രതയുള്ളവരായിരിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷവും അതിന്റെ നന്മയും ആഘോഷിച്ച് സന്തോഷിക്കുമ്പോൾ അത് മുഖാന്തരം നമ്മൾ നശിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രതയും പുലർത്തി നമ്മൾ ജീവിക്കുക. So celebrate and enjoy the freedom, proclaim the freedom which is proclaim Jesus Christ, and guard the freedom that means guard the church with the true doctrine of Jesus Christ. Let's close our eyes.